നമസ്കാരം. എരഞ്ഞോളി ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് CPM-നെ പ്രതിക്കൂട്ടിലാക്കി അയൽവാസി സീന എന്ന് പറയുന്ന സ്ത്രീ നടത്തിയ പ്രതികരണത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒപ്പം സീനയുടെ പ്രതികരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ മാധ്യമങ്ങൾ നടത്തിയ അന്തിച്ചർച്ച ആരെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു, എന്തൊക്കെ മുക്കാൻ വേണ്ടിയായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിനു വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ആദ്യം നമുക്ക് വാർത്തയിലേക്ക് പോകാം. എന്താണ് ഈ വാർത്ത? അതായത് എരഞ്ഞോളിയിൽ ഒരു 85 വയസ്സുള്ള വയോധികൻ സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിച്ച് മരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് വേലായുധൻ എന്നാണ്. അതിദാരുണമായ, ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത, നമ്മൾ നടക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് അവിടെ നടന്നിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ മാധ്യമങ്ങളിൽ വാർത്തയാകുന്നു. ഈ വിഷയം നിയമസഭയിൽ സതീശൻ അടിയന്തര പ്രമേയമായിട്ട് ഉന്നയിക്കുന്നു. അത് സഭയിൽ തന്നെ തള്ളുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ വിഷയത്തിൽ അന്വേഷണം ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് പറയുന്നു. പിന്നീട് പെട്ടെന്ന് തന്നെ വൈകുന്നേരമായപ്പോൾ സീന എന്ന് പറയുന്ന ഒരു അയൽവാസി മാധ്യമങ്ങൾ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. CPM-ന്റെ ഹബ്ബാണ് ഇവിടെ, ഇത്തരത്തിൽ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളിലൊക്കെ പാർട്ടിക്കാർ ബോംബ് നിർമ്മിക്കുന്നുണ്ടെന്ന രീതിയിൽ CPM-നെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് സീന എന്ന് സ്വയം നിഷ്പക്ഷയെന്ന് അവകാശപ്പെടുന്ന ഒരു അയൽവാസി ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നു. പിന്നീട് ഇതിൻ്റെ പേരിൽ രാത്രി അന്തിച്ചർച്ചകൾ നടക്കുന്നു. ഇതാണ് ഇന്നലെ നടന്ന സംഭവം. ഇനി നമ്മൾ പരിശോധിക്കേണ്ടത് ഇതെവിടെയാണ് ഈ സ്റ്റീൽ ബോംബ് സ്ഫോടനം നടന്നത് എന്ന് പരിശോധിച്ചാൽ, കണ്ണൂരിലെ മുൻ കോൺഗ്രസ് നേതാവായിരുന്ന കണ്ണോളി മോഹനന്റെ പറമ്പിലാണ് ഇങ്ങനെ ഒരു സ്ഫോടനം നടന്നിരിക്കുന്നത്. അതായത് സീന പറയുന്നത് കോൺഗ്രസ് നേതാവിൻ്റെ പറമ്പിലുണ്ടായ ഈ സ്ഫോടനത്തിൽ CPM ഉത്തരം പറയണം എന്നാണ് സീന എന്ന് പറയുന്ന ഈ അയൽവാസി പറയുന്നത്. 4 വർഷം മുമ്പ് അവിടെ നിന്ന് കല്യാണം കഴിച്ചു പോയ ഒരാളാണ് സീന എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, അവിടെ നിന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. രണ്ടാമത് സീന പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം CPM-ന്റെ ഹബ്ബാണ് ഇവിടെ എന്നാണ്. സത്യത്തിൽ ഈ എരഞ്ഞോളി എന്ന് പറയുന്ന ഈ സ്ഥലം, ഈ സ്ഫോടനം നടന്ന പ്രദേശം CPM-ന്റെ മാത്രം ഹബ്ബാണോ എന്ന് നമുക്ക് പരിശോധിച്ചാൽ അവിടെ BJP-യുടെയും കോൺഗ്രസിൻ്റെയും അവർ വളരെ ശക്തമായൊരു പ്രദേശമാണ്. ഈ സ്ഫോടനം നടന്ന വീടിന് കുറച്ച് നീങ്ങിയാണ് കോൺഗ്രസിൻ്റെ ഓഫീസുള്ളത്. ഇനി അതുപോലെ തന്നെ അവിടെ ഈ സ്ഫോടനം നടന്ന ശേഷം വേലായുധന് ആരാണ് പരിക്കേറ്റ വേലായുധന് ആശുപത്രിയിൽ കൊണ്ടുപോയത്? CPM-കാരാണ്. ആശുപത്രിയിലേക്ക് ആദ്യം ഓടിയെത്തിയത് ആരാണ്? CPM-കാരാണ്. ഇവിടെ ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ പറയുകയാണ് CPM ആണ് അവിടെ ഇത്തരത്തിൽ ബോംബ് കൊണ്ടുപോയി വെക്കുന്നത്, അവരാണ് നിർമ്മിക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് സീന ഇത്തരത്തിലൊരു ആരോപണം CPM-നെതിരെ ഉന്നയിക്കുന്നതെന്ന് ഇന്നലെ അന്തിച്ചർച്ച, ഞാൻ മുഴുവൻ അന്തിച്ചർച്ചകളിലും നോക്കി, ഒരു അന്തിച്ചർച്ചയിൽ പോലും സീന പറയുന്നില്ല. കാരണം സീനയുടെ കയ്യിൽ തെളിവില്ല. സീന പിന്നെ എന്തുകൊണ്ടാകാം CPM ആണ് ഇങ്ങനെ നിർമ്മിക്കുന്നത് എന്ന് പറഞ്ഞത്? ഇനി ഇപ്പോൾ എന്തെങ്കിലും ക്രൈം റെക്കോർഡിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്ന് പരിശോധിച്ച് നോക്കിയാൽ, ക്രൈം റെക്കോർഡ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കഴിഞ്ഞ കുറച്ച് വർഷത്തിനിടയിൽ അവിടെ ഉണ്ടായ ബോംബ് സ്ഫോടനത്തിലും അക്രമത്തിലും ഒക്കെ ഈ പറയുന്ന പോലെ പ്രതിയായവരുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആ പ്രദേശത്ത് കോൺഗ്രസും BJP-ക്കാരുമാണ് ആ ലിസ്റ്റിൽ മുൻഗണന, ഏറ്റവും 1ഉം 2ഉം സ്ഥാനത്തും ഒക്കെ ഉള്ളത് അവരാണ്. എന്നിട്ടും CPM-ന്റെ തലയിലേക്ക് അതെടുത്ത് വെച്ചു കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നിഷ്പക്ഷ എന്ന് പറഞ്ഞ് ഇത്തരത്തിൽ സംസാരിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പ്രിവിലേജ് ആണല്ലോ മാധ്യമങ്ങൾ കൊടുക്കുന്നത്. നമ്മുടെ മറിയക്കുട്ടി ചേട്ടത്തിൽ നിന്നും ആരും മറന്നു കാണില്ല. പെൻഷന് വേണ്ടി മറിയക്കുട്ടി ചേട്ടത്തി ചട്ടിയുമായി രംഗത്തേക്ക് ഇറങ്ങിയതും അതിൻ്റെ പേരിൽ ഇതുപോലെ ഒരുപാട് അന്തിച്ചർച്ചകൾ നടത്തിയതും മാധ്യമങ്ങൾ മുഴുവൻ മൈക്കും പിടിച്ച് മറിയക്കുട്ടി ചേട്ടത്തിയുടെ അടുത്ത് ചെന്നതും മറിയക്കുട്ടി ചേട്ടത്തി നല്ല കണക്കിന് ഇടതുപക്ഷത്തിനെതിരെ നല്ല നീക്കിയതും അതൊക്കെ പിന്നീട് ഇലക്ഷന് സർക്കാരിനെതിരെ ഉപയോഗിക്കാൻ പറ്റിയതും ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ. പിന്നീട് ഇപ്പോൾ എവിടെയാണ് മറിയക്കുട്ടി ചേട്ടത്തി? എന്തുകൊണ്ട് ഇപ്പോൾ മറിയക്കുട്ടി ചേട്ടത്തിയുടെ പിന്നാലെ ഇവരാരും പോകുന്നില്ല? അങ്ങനെ മറ്റൊരു നിഷ്പക്ഷയെ കൂടി ഇവർ കൊണ്ടുവന്നിരിക്കുകയാണ് സീന എന്ന് പറയുന്ന ഈ പെൺകുട്ടി. അതായത് ഇന്നലെ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച് ഇത് സഭ തള്ളിയ ശേഷമാണ് ഈ സീന എന്ന് പറയുന്ന പെൺകുട്ടി മാധ്യമങ്ങൾ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. എന്നിട്ട് എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? വളരെ ഗൗരവകരമായ ഒരു വിഷയത്തിൽ യാതൊരു തെളിവുമില്ലാതെ ഇത് CPM ആണ് ചെയ്യുന്നത് എന്നൊക്കെ പറയുകയാണ്. 4 വർഷമായിട്ട് അവിടെ ഇല്ലാത്ത ഒരാളാണ്, കല്യാണം കഴിപ്പിച്ചു വിട്ട ഒരു സ്ത്രീയാണ് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തൊന്ന് പരിശോധിച്ച് നോക്കിയാലോ, നമുക്കറിയാമല്ലോ അവിടെ ഒരു ഷാജി, കോൺഗ്രസ് നേതാവായിട്ടുള്ള ഷാജിയുടെ വീട്ടിൽ ബോംബ് പൊട്ടിയ കഥയൊക്കെ നമുക്കറിയാമല്ലോ. RSS BJP പ്രവർത്തകനായ ഒരു ബോംബ് വാസു, അദ്ദേഹം ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ കൈപ്പത്തി നഷ്ടപ്പെട്ട് ഈ ഇടയ്ക്കാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹവും താമസിക്കുന്ന അവിടെ തന്നെയാണ്. അതുപോലെ തന്നെ ഒരു DYFI നേതാവിൻ്റെ രമ്യയുടെ ഭർത്താവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമം നടത്തിയ കോൺഗ്രസിലെ പ്രവർത്തകർ, ആ പ്രതികൾ താമസിക്കുന്ന ഈ പ്രദേശത്താണ്. മാത്രമല്ല 50ഓളം വീടുകളുള്ള അവിടെ ആ പ്രദേശത്ത് ഭൂരിഭാഗവും BJP കോൺഗ്രസ് പ്രവർത്തകരാണ്. എന്നിട്ടാണ് ഇത് CPM-ന്റെ കോട്ടയാണ്, CPM-ന്റെ ഹബ്ബാണ് എന്നൊക്കെ സീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വിളിച്ചു പറയുന്നത്.
അവരുടെ അമ്മ പറയുന്നത് മോളെ ഇങ്ങനെ ഒന്നും പറയണ്ട, മോളെ ഇതൊന്നും പറയണ്ട എന്ന് അവരുടെ അമ്മ ഒരുപക്ഷെ പറയുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാകാം. എന്തിനു വേണ്ടിയാണ് അവർ അങ്ങനെ ആ അവസരത്തിൽ ഇങ്ങനെ സംസാരിച്ചത് എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു സാമാന്യ ബുദ്ധിയോടെ ഒന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മാത്രവുമല്ല, ഈ വിഷയം കഴിഞ്ഞ ശേഷം മാധ്യമങ്ങളിലൊക്കെ അന്തിച്ചർച്ചകളിൽ പ്രത്യക്ഷപ്പെടുകയാണ്. വളരെ പേടിയുള്ള സ്ത്രീയാണ് എന്ന് അവർ സ്വയം പറയുകയാണ്. എനിക്ക് വളരെ പേടിയുള്ള സ്ത്രീയാണ്, എപ്പോൾ വേണമെങ്കിലും അറ്റാക്ക് ചെയ്യപ്പെട്ടേക്കാം എന്നൊക്കെ ആ സ്ത്രീ പറയുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ പറയുന്നത് എന്നാണ് പറയുന്നത്. എന്നിട്ട് മാധ്യമങ്ങൾ എല്ലാ അന്തിച്ചർച്ചകളിലും വന്നിരുന്ന എന്താണ് അവർ പറയുന്നത്? നിഷ്പക്ഷതയുടെ കുപ്പായമണിഞ്ഞ് CPM-നെതിരെ എങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ ഒരിക്കൽ പോലും അവിടെ ഇത് നേരത്തെ നടന്നിട്ടുള്ള BJP നടത്തിയിട്ടുള്ള, കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള ആക്രമണത്തെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ലല്ലോ. അവരുടെ ബോംബ് രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ലല്ലോ. യാതൊരു തെളിവുമില്ലാതെ CPM-ന്റെ തലയിലേക്ക് ഈ എരഞ്ഞോളി സ്ഫോടനം എടുത്തു വെക്കാൻ വേണ്ടി മാത്രമാണല്ലോ അവർ ശ്രമം നടത്തുന്നത്. അതെന്തുകൊണ്ടാണ്? അത് പരിശോധിക്കപ്പെടേണ്ടതല്ലേ? ഒരു മാധ്യമങ്ങൾ പോലും തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നില്ലല്ലോ. CPM-ന്റെ പ്രതിനിധി, ചർച്ചയിൽ വന്നിരിക്കുന്ന പ്രതിനിധി ചോദിക്കുന്നതല്ലാതെ ഒരു മാധ്യമ പ്രവർത്തകർ പോലും ചോദിക്കുന്നില്ല. മാത്രവുമല്ല, ഈ സീനയോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട മാധ്യമ പ്രവർത്തകർ ചോദ്യം ചോദിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ആദ്യം ഈ സീന വരുന്നു, സീനയുടെ അടുത്ത് മാധ്യമ പ്രവർത്തകർ കുത്തി ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അങ്ങനെയല്ലേ, നിങ്ങൾക്ക് പേടിയില്ലേ, നിങ്ങൾ അവർ അറ്റാക്ക് ചെയ്യുമെന്നുള്ള പേടിയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവർ അതിനനുസരിച്ച് ഉത്തരം പറയുകയാണ്. സ്ക്രിപ്റ്റ് തയ്യാറാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു പോകുന്ന പോലെയൊക്കെ നമുക്കത് തോന്നും. എന്തായാലും ഇന്നലെ അവർ നടത്തിയ പ്രതികരണം ഇനിയൊന്ന് കണ്ടു നോക്കൂ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഈ വീടിന്റെ പറമ്പത്ത് നിന്ന് 3 ബോംബ് ഇവരെടുത്തോട്ട് പോയിട്ടുണ്ട്. പോലീസിനൊന്നും ഇവർ പറയാൻ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. ഇവിടെ ആൾക്കാർ പാർട്ടിക്കാരെടുത്തോട്ട് പോയിട്ടുണ്ട്. അമ്മ എത്ര കാലം പിടിച്ചു വെക്കാൻ പറ്റും? എത്ര കാലം പിടിച്ചു വെക്കാൻ പറ്റും? അത് 10-15 വർഷം മുമ്പേ ഞങ്ങളുടെ ഈ വീട് വാടക കൊടുത്തു പോയിട്ടുണ്ട്. അപ്പോഴേ ഇതുണ്ട്. ഇപ്പൊ ഒരാൾ മരിച്ചുകൊണ്ട് ഇത് വെളിയിൽ വന്നു. ഇല്ല, ഇത് പിന്നെ ഇങ്ങനെ തന്നെ നിൽക്കണ്ട. ഞങ്ങളിവിടെ ജനിച്ചപ്പോൾ തന്നെ ഇവിടുത്തെ ആൾക്കാർ 96 ഇവിടുത്തെ ആൾക്കാർ. ഇവര് ഹബ്ബാണ് ഇവരുടെ. അത് ഇതിന്റെ അടുത്തായിരുന്നു ഹബ്ബ് ഉണ്ടായിരുന്നത്. ആളൊഴിഞ്ഞ വീടുകളെല്ലാം ഹബ്ബാണ് ഇവരുടെ. കണ്ടല്ലോ, അതായത് മാധ്യമ പ്രവർത്തകർ ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും അല്ലേ അവർ ഉത്തരം പറയുന്നത്. അവർ കുത്തി ചോദിക്കുകയാണ്. ഇന്നതല്ലേ, അതല്ലേ, ഇതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അതിലൊരു മാധ്യമ പ്രവർത്തകർ പോലും എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്, വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു കേസാണ്, നിങ്ങൾ വളരെ ഗൗരവകരമായിട്ടുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത് എന്നൊന്നും ചോദിക്കുന്നില്ലല്ലോ. മറിച്ച് അവർ അയൽവാസിയാണ് ഇത് പറയുന്നത്, കേട്ടില്ലേ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. എന്തായാലും എന്തിനായിരിക്കാം ഇന്നലെ ഈ പറയുന്നത് പോലെ മാധ്യമങ്ങൾ ഇത്തരത്തിൽ ഈ എരഞ്ഞോളി സ്ഫോടനം ഈ CPM-ന്റെ തലയിൽ വെച്ച് കെട്ടാൻ ശ്രമം നടത്തിയതെന്ന് ചോദിച്ചാൽ, വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ ജനങ്ങളെ മുഴുവൻ സർക്കാരിനെതിരെ തിരിക്കുക, CPM പയറ്റുന്നത് ബോംബ് രാഷ്ട്രീയമാണെന്ന് വരുത്തി തീർക്കുക എന്നത് തന്നെയാണ്. മാത്രവുമല്ല, ഇന്നലെ ഇതിലേറെ ഗൗരവകരമായ ഒരു വെളിപ്പെടുത്തൽ ഒരാൾ നടത്തിയല്ലോ. സീന പറഞ്ഞതിനേക്കാളും വളരെ ഞെട്ടിക്കുന്ന, വളരെ കോളിളക്കം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തി. ആരാണ്? KPCC പ്രസിഡന്റ് K. സുധാകരൻ. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ബോംബ് ഇനിയും പൊട്ടാനുണ്ട്, പൊട്ടി കുറച്ച് കഴിയട്ടെ എന്നിട്ട് ഞാൻ നിങ്ങളെ കാണാം. വൃദ്ധനല്ലേ മരിച്ചത്, ചെറുപ്പക്കാരനല്ലല്ലോ. ഇന്നലെ KPCC പ്രസിഡന്റ് നടത്തിയ ഒരു പ്രതികരണമാണ്. മരിച്ചത് ചെറുപ്പക്കാരനല്ലല്ലോ, വയോധികനല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഒരു ജീവൻ അദ്ദേഹം കൊടുക്കുന്ന ഒരു വില ഒന്ന് കണ്ടു നോക്കൂ. വയോധികനും അതുപോലെ ചെറുപ്പക്കാരനും 2 വിലയാണ്. ആ മരണത്തെ പോലും എത്ര പരിഹാസത്തോടെയാണ് KPCC പ്രസിഡന്റ് നോക്കിക്കാണുന്നത്. ഈ KPCC പ്രസിഡന്റ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഇനിയും പൊട്ടാനുണ്ടെന്ന്. അപ്പോൾ അവിടെ കോൺഗ്രസ് നേതാവിന്റെ പറമ്പിൽ പൊട്ടിയ ആ ബോംബിന്റെ ഉത്തരവാദി ആരാണെന്ന് കോൺഗ്രസിനോട് തന്നെ ചോദിച്ചാൽ മതി എന്ന് എന്തുകൊണ്ട് മാധ്യമങ്ങൾ കോൺഗ്രസ് നേതാക്കളുടെ അടുത്ത് ചോദിക്കുന്നില്ല? ഇനിയും പൊട്ടാനുണ്ടെന്ന് കണ്ണൂരിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട നേതാവ് കൂടിയായ KPCC പ്രസിഡന്റ് കൂടിയായ ഈ സുധാകരൻ പറയുമ്പോൾ ഇനി എവിടേക്കാ പൊട്ടാനുള്ളതെന്ന് പറ സുധാകരേട്ടാ. അല്ലാതെ പൊട്ടിക്കഴിഞ്ഞ ശേഷം ഞാൻ മാധ്യമ പ്രവർത്തകരെ കാണാമെന്ന് പറയുന്നത് എന്ത് രാഷ്ട്രീയമാണ്? കുറെ പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ശേഷം ഞാൻ മാധ്യമ പ്രവർത്തകരെ കാണാമെന്ന് നാണമില്ലല്ലോ എന്ന് ചോദിച്ചു പോവുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകർ ഒരു അന്തിച്ചർച്ച ഇന്നലെ നടത്തിയില്ല. ഇന്നലെ ഇതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയാണ് സീനയെ കൊണ്ടുപോയി ഇരുത്തി CPM-നെതിരെ ഇങ്ങനെ ബോംബ് രാഷ്ട്രീയത്തിന്റെ ചാപ്പ് കുത്താൻ വേണ്ടി മാധ്യമങ്ങൾ ശ്രമം നടത്തിയതെന്ന് ഉറപ്പിച്ചു പറയേണ്ടിയിരിക്കുന്നു. അതായത് ഇത്തരത്തിൽ അവിടെ ബോംബ് കൊണ്ടുവച്ചതും ബോംബ് നിർമ്മിച്ചതും ആരാണെന്ന് സത്യത്തിൽ ചോദിക്കേണ്ടത് കോൺഗ്രസിനോടാണ്. കാരണം കോൺഗ്രസ് നേതാവാണ് വളരെ ഗൗരവകരമായിട്ടുള്ള ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ, ഞെട്ടിക്കുന്ന ഒരു പ്രതികരണം രേഖപ്പെടുത്തിയത്. ഇനിയും പൊട്ടാനുണ്ടത്രേ. അങ്ങനെ പൊട്ടാനുണ്ടെന്ന് പറയുന്ന ആൾക്ക് അറിയാമായിരിക്കുമല്ലോ എവിടെയൊക്കെയാണ് ബോംബുള്ളതെന്ന്. ചോദിക്കണ്ടേ? ചോദിച്ചില്ലല്ലോ. അപ്പോൾ മാധ്യമങ്ങൾ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ ഇല്ലാതാക്കാൻ വേണ്ടി, പ്രതിപക്ഷത്തിന് ശക്തി പകരാൻ വേണ്ടി PR വർക്ക് ചെയ്യുകയാണ്, നെറികെട്ട തെമ്മാടിത്തരം ചെയ്യുകയാണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. അന്തിച്ചർച്ചകളൊക്കെ വെറും സ്പോൺസേഡ് ചർച്ചകളായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഒക്കെ ഇങ്ങനെ ജീവിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു.
മാധ്യമങ്ങളുടെ യാതൊരു പിന്തുണയും ഇടതുപക്ഷത്തിനില്ല എന്നതൊരു വസ്തുത തന്നെയാണ്. കാരണം സത്യങ്ങൾ വിളിച്ചു പറയുന്ന, സത്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പാർട്ടിയെ പൊക്കി പിടിച്ചുകൊണ്ട് നടന്നാൽ കള്ളം വിറ്റ് ജീവിക്കുന്നവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. അപ്പം അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? കള്ളന്മാർക്കൊപ്പം നിൽക്കുക. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ എരിഞ്ഞോളി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത അതിദാരുണമായിട്ടുള്ള സംഭവമാണ്. ഈ സംഭവത്തിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിച്ചുകൊണ്ട് വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിലും ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലുമൊക്കെ പ്രതിപക്ഷത്തിന്, കോൺഗ്രസിന് നേട്ടമുണ്ടാക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകളാണെങ്കിലും ഇത്തരത്തിലുള്ള വാസ്തവങ്ങളൊക്കെ അധികം വൈകാതെ തന്നെ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ എത്രയൊക്കെ കള്ളം പ്രചരിപ്പിക്കാൻ ശ്രമം നടത്തിയാലും സത്യം ജനങ്ങൾ അറിഞ്ഞുകൊണ്ടേയിരിക്കും. നിഷ്പക്ഷർക്ക് വലിയ വിലയുള്ള നമ്മുടെ ഈ നാട്ടിൽ നിഷ്പക്ഷരുടെ കുപ്പായമണിഞ്ഞ് പല രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിഷ്പക്ഷ സമൂഹത്തിന് ഒരു നിഷ്പക്ഷമായ വലിയ നമസ്കാരം രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് വീണ്ടും കാണാം.